19/5/25 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കണം. ഏത് ശിവനെയാണോ എല്ലാവരും പൂജിക്കുന്നത്, ആ ഒന്ന് ഇപ്പോൾ നമ്മുടെ പിതാവായിരിക്കുന്നു. നമ്മൾ ആ ഒന്നിൻ്റെ സന്മുഖത്തിരിക്കുകയാണ്. ചോദ്യം: മനുഷ്യർ ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നത് എന്തുകൊണ്ട്? അവർക്ക് ക്ഷമ ലഭിക്കുന്നുണ്ടോ? ഉത്തരം: നമ്മൾ ചെയ്ത പാപകർമ്മം എന്താണോ അതിനുള്ള ശിക്ഷ ഭഗവാൻ ധർമ്മരാജനിലൂടെ നേടിത്തരും എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. അതിനാൽ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അവർക്ക് തൻ്റെ കർമ്മങ്ങളുടെ ശിക്ഷ കർമ്മഭോഗത്തിൻ്റെ രൂപത്തിൽ അനുഭവിക്കേണ്ടി തന്നെ വരുന്നു. ഭഗവാൻ അവർക്ക് ഏതെങ്കിലും ഔഷധം നൽകുന്നില്ല. ഗർഭജയിലിലും ശിക്ഷകൾ അനുഭവിക്കേണ്ടതുണ്ട്. സാക്ഷാത്കാരം ഉണ്ടാകുന്നു. നിങ്ങൾ ഇന്നതെല്ലാം ചെയ്തിരിക്കുന്നു, ഈശ്വരീയ ഡയറക്ഷൻ അനുസരിച്ച് നടന്നില്ല, അതിനാലാണ് ഈ ശിക്ഷ. ഗീതം: നീ രാത്രിയെ ഉറങ്ങി പാഴാക്കി. ഓം ശാന്തി. ഇത് ആരാണ് പറഞ്ഞത്? ആത്മീയ അച്ഛനാണ് പറഞ്ഞത്. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്നതാണ്. സർവ മനുഷ്യരെക്കാളും സർവ ആത്മാക്കളെക്കാളും ഉയർന്നതാണ്. എല്ലാവരിലും ആത്മാവ് തന്നെയാണല്ലോ ഉള്ളത്. ശരീരം പാട്ട് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് ലഭിച്ചിരിക്കുന്നത്. സന്യാസിമാരുടെയും മറ്റും ശരീരത്തിനും എത്രമാത്രം മാന്യത ഉണ്ട് എന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. തൻ്റെ ഗുരുക്കന്മാരുടെയും മറ്റും എത്ര മഹിമ ചെയ്യുന്നു. ഈ പരിധിയില്ലാത്ത ബാബ ഗുപ്തമാണ്. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നു, ശിവ് ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. അതിനേക്കാൾ ഉയർന്നതായി ആരും തന്നെയില്ല. ധർമ്മരാജനും ആ ഒന്നിൻ്റെ കൂടെയുണ്ട്. കാരണം ഭക്തി മാർഗത്തിൽ ക്ഷമ ചോദിക്കുന്നു. അല്ലയോ ഭഗവാനെ, ക്ഷമിക്കൂ. ഇനി ഭഗവാൻ എന്താണ് ചെയ്യുക? ഇവിടെ ഗവൺമെൻറ് ആകട്ടെ ജയിലിലിടും. ആ ധർമ്മരാജൻ ഗർഭജയിലിൽ ശിക്ഷ നൽകുന്നു. അനുഭവിക്കേണ്ടതും അനുഭവിക്കേണ്ടി വരുന്നു. അതിനെ കർമ്മഭോഗം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം കർമ്മഭോഗം ആരാണ് അനുഭവിക്കുന്നതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും. പറയുന്നു, അല്ലയോ പ്രഭു, ക്ഷമിക്കൂ, ദുഃഖം ഹരിക്കൂ, സുഖം നൽകൂ. ഇപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഔഷധം നൽകുന്നുണ്ടോ? ആ ഒന്നിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാനോട് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഭഗവാന്റെ കൂടെ ധർമ്മരാജനുമുണ്ട്. മോശമായ കർമ്മം ചെയ്യുന്നതിലൂടെ തീർച്ചയായും അനുഭവിക്കേണ്ടി വരുന്നു. ഗർഭജയിലിൽ ശിക്ഷയും ലഭിക്കുന്നു. എല്ലാ സാക്ഷാത്കാരങ്ങളും ഉണ്ടാകുന്നു. സാക്ഷാത്കാരമില്ലാതെ ശിക്ഷ ലഭിക്കുന്നില്ല. ഗർഭജയിലാകട്ടെ ഏതെങ്കിലും ഔഷധം ഉണ്ടായിരിക്കില്ല. അവിടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. ദുഃഖിതരാകുമ്പോൾ ഭഗവാനെ ഈ ജയിലിൽ നിന്നും പുറത്താക്കൂ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ആരുടെ മുന്നിലിരിക്കുന്നു? ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. എന്നാൽ ഗുപ്തമാണ്. മറ്റുള്ളവരുടെ എല്ലാം ശരീരം കാണുവാൻ സാധിക്കും. ഇവിടെ ശിവ് ബാബയ്ക്ക് തൻ്റെ കൈയോ കാലോ ഒന്നുമില്ല. പുഷ്പവും മറ്റും ആരാണ് വാങ്ങുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് തന്നെ വാങ്ങേണ്ടി വരും. എന്നാൽ ആരിൽ നിന്നും വാങ്ങുന്നില്ല. ശങ്കരാചാര്യർ പറയുന്നു, എന്നെ ആരും സ്പർശിക്കുവാൻ പാടില്ല. അപ്പോൾ ബാബ പറയുന്നു, ഞാൻ പതീതരുടെ എന്തെങ്കിലും എങ്ങനെ വാങ്ങും? എനിക്ക് പുഷ്പത്തിൻ്റെയോ മറ്റോ ആവശ്യമില്ല. ഭക്തിമാർഗത്തിൽ സോമനാഥൻ്റെയും മറ്റും ക്ഷേത്രം നിർമ്മിക്കുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ എനിക്കാകട്ടെ ശരീരമില്ല. ആത്മാവിനെ
ആരെങ്കിലും എങ്ങനെ സ്പർശിക്കുവാനാണ്? പറയുന്നു, ഞാൻ പതീതരിൽ നിന്നും എങ്ങനെ പുഷ്പം വാങ്ങുവാനാണ്? സ്പർശിക്കുവാൻ പോലും സാധിക്കുകയില്ല. പതീതരെ സ്പർശിക്കുവാൻ പോലും അനുവദിക്കരുത്. ഇന്ന് ബാബ എന്ന് പറയുന്നു, നാളെ പിന്നെ പോയി നരകവാസിയാകുന്നു. ഇങ്ങനെയുള്ളവരെ നോക്കുക പോലുമില്ല. ബാബ പറയുന്നു, ഞാനാകട്ടെ ഉയർന്നതിലും ഉയർന്നവനാണ്. ഈ സന്യാസിമാരെയും മറ്റും ഡ്രാമയനുസരിച്ച് ഉദ്ധരിക്കേണ്ടതുണ്ട്. എന്നെ ആരും അറിയുക തന്നെ ചെയ്യുന്നില്ല. ശിവന്റെ പൂജ ചെയ്യുന്നു. എന്നാൽ ഇത് ഗീതയുടെ ഭഗവാനാണെന്നും ഇവിടെ വന്ന് ജ്ഞാനം നൽകുന്നുവെന്നും ആ ഒന്നിനെക്കുറിച്ച് അറിയുന്നില്ല. ഗീതയിൽ ശ്രീകൃഷ്ണന്റെ പേര് ചേർത്തിരിക്കുകയാണ്. കൃഷ്ണൻ ജ്ഞാനം നൽകിയെങ്കിൽ പിന്നെ ശിവൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ മനുഷ്യർ മനസ്സിലാക്കുന്നു, ആ ഒന്ന് വരുന്നത് പോലുമില്ല എന്ന്. പതീത പാവനൻ എന്ന് കൃഷ്ണനെ പറയുകയില്ല. പതീത പാവനൻ എന്ന് എന്നെയാണല്ലോ പറയുന്നത്. ഇത്രയും റിഗാർഡ് വയ്ക്കുവാൻ കഴിയുന്നവർ നിങ്ങളിലും വളരെ കുറച്ചാണ്. എത്ര സാധാരണമായാണ് ഇരിക്കുന്നത്. മനസ്സിലാക്കിച്ചു തരുന്നുമുണ്ട്, ഞാൻ ഈ സന്യാസിമാരുടെയും എല്ലാവരുടെയും പിതാവാണ്. ശങ്കരാചാര്യർ തുടങ്ങി ആരെല്ലാം ഉണ്ടോ ഈ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ് ഞാൻ. ശരീരങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ പിതാവുണ്ട്. ഞാൻ സർവ ആത്മാക്കളുടെയും പിതാവാണ്. എന്നെ എല്ലാവരും പൂജിക്കുന്നു. ഇപ്പോൾ ആ ഒന്ന് ഇവിടെ സന്മുഖത്തിരിക്കുന്നു. എന്നാൽ നമ്മൾ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നില്ല. ജന്മാന്തരങ്ങളായി ആത്മാക്കൾക്ക് ദേഹാഭിമാനത്തിൻ്റെ ശീലം ഉണ്ടായിരിക്കുകയാണ്. അതിനാൽ ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ദേഹത്തെ തന്നെ നോക്കുന്നു. ദേഹി അഭിമാനിയാണെങ്കിൽ ആ ബാബയെ ഓർമ്മിക്കുമായിരുന്നേനെ. ബാബയുടെ ശ്രീമത് അനുസരിച്ച് നടക്കുമായിരുന്നേനെ. ബാബ പറയുന്നു, എന്നെ അറിയുന്നതിനു വേണ്ടി എല്ലാവരും പുരുഷാർത്ഥികളാണ്. അന്തിമത്തിൽ പൂർണ്ണമായും ദേഹി അഭിമാനി ആകുന്നവരാണ് പാസ്സാകുന്നത്. ബാക്കി എല്ലാവരിലും കുറച്ചൊക്കെ ദേഹാഭിമാനം അവശേഷിക്കും. ബാബയാകട്ടെ ഗുപ്തമാണ്. ആ ഒന്നിന് യാതൊന്നും നൽകുവാൻ സാധിക്കില്ല. പെൺകുട്ടികൾക്ക് ശിവക്ഷേത്രത്തിലും പോയി മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. കുമാരിമാർ തന്നെയാണ് ശിവബാബയുടെ പരിചയം നൽകിയത്. കുമാരന്മാരും കുമാരിമാരും രണ്ടുപേരും തീർച്ചയായും ഉണ്ട്. കുമാരന്മാരും പരിചയം നൽകിയിട്ടുണ്ടാകും. മാതാക്കളെയാണ് വിശേഷിച്ചും ഉയർത്തുന്നത്. കാരണം അവർ പുരുഷന്മാരെക്കാൾ കൂടുതൽ സേവനം ചെയ്തിട്ടുണ്ട്. അതിനാൽ കുട്ടികൾക്ക് സേവനത്തോട് താല്പര്യം ഉണ്ടാകണം. ആ പഠനത്തിൻ്റെയും താല്പര്യം ഉണ്ടായിരിക്കുന്നുവല്ലോ. അത് ഭൗതികമാണ്, ഇത് ആത്മീയമാണ്. ഭൗതിക പഠനം പഠിക്കുന്നതിലൂടെയും ഈ ഡ്രില്ലും മറ്റും അഭ്യസിക്കുന്നതിലൂടെയും യാതൊന്നും ലഭിക്കുകയില്ല. ഇനി ആർക്കെങ്കിലും കുട്ടി ജനിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ ആർഭാടപൂർവം അതിൻ്റെ നാമകരണ ചടങ്ങും മറ്റും ആഘോഷിക്കുന്നു. എന്നാൽ അവർ എന്ത് നേടുവാനാണ്? എന്തെങ്കിലും നേടുവാനായി ഇത്രയും സമയം തന്നെയില്ല. ഇവിടെ നിന്നും പോയി ജനിക്കുന്നുണ്ട്. എന്നാൽ അവരും യാതൊന്നും മനസ്സിലാക്കുകയില്ല. ഇവിടെ നിന്നും വേർപിരിഞ്ഞു പോയവരാണെങ്കിൽ എന്താണോ പഠിച്ചിട്ട് പോയിട്ടുണ്ടാവുക അതനുസരിച്ച് കുട്ടിക്കാലത്ത് തന്നെ ശിവബാബയെ ഓർമ്മിക്കുന്നുണ്ടാകും. ഇതൊരു മന്ത്രമാണല്ലോ. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ ബിന്ദുവിനെ കുറിച്ചോ മറ്റോ ഒന്നും മനസ്സിലാക്കുകയില്ല. കേവലം ശിവബാബ ശിവബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശിവബാബയെ ഓർമ്മിച്ചാൽ സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടും. ഇങ്ങനെ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുത്താൽ അവരും സ്വർഗത്ത് വരും. പക്ഷെ ഉയർന്ന പദവി നേടുകയില്ല. ഇങ്ങനെ ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. ശിവബാബ ശിവബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അന്തമതി സോഗതി ഉണ്ടാകും.
ഇത് രാജധാനിയാണ് സ്ഥാപനമായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യർ ശിവനെ പൂജിക്കുന്നു, എന്നാൽ അറിയുന്നില്ല. ചെറിയ കുട്ടി ശിവ ശിവ എന്ന് പറയുന്നത് പോലെ മനസ്സിലാക്കുന്നില്ല. ഇവിടെയും പൂജ ചെയ്യുന്നു, എന്നാൽ തിരിച്ചറിവ് യാതൊന്നുമില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ആരുടെ പൂജ ചെയ്യുന്നുവോ ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ഗീതയുടെ ഭഗവാനാണ്. ആ ഒന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശിവബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. ഇത് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്, അതും മറന്നു പോകുന്നു. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഭഗവാൻ ഉവാച, കാമം മഹാശത്രുവാണ്, ഇതിൻ്റെ മേൽ ജയം നേടൂ എന്ന് ആരാണ് പറഞ്ഞത്? പഴയ ലോകത്തെ സന്യസിക്കൂ. ഹഠയോഗികളായ നിങ്ങൾ പരിധിയുള്ള സന്യാസിമാരാണ്. അത് ശങ്കരാചാര്യരാണ്, ഇത് ശിവാചാര്യനാണ്. ആ ഒന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കൃഷ്ണ ആചാര്യൻ എന്ന് പറയുവാൻ സാധിക്കില്ല. കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്. സത്യയുഗത്തിൽ ജ്ഞാനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. എവിടെയെല്ലാം ശിവക്ഷേത്രങ്ങളുണ്ടോ അവിടെ നിങ്ങൾ കുട്ടികൾക്ക് വളരെ നല്ല സേവനം ചെയ്യുവാൻ സാധിക്കും. ശിവന്റെ ക്ഷേത്രങ്ങളിൽ പോകൂ. മാതാക്കൾ പോകുന്നത് നല്ലതാണ്. കന്യകമാർ പോകുന്നുവെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ബാബയിൽ നിന്നും രാജ്യഭാഗ്യം നേടണം. ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ മഹാരാജാവും മഹാറാണിയുമാകും. ഉയർന്നതിലും ഉയർന്നത് ബാബ തന്നെയാണ്. ഇങ്ങനെയുള്ള ശിക്ഷണം ഒരു മനുഷ്യനും നൽകുവാൻ സാധിക്കില്ല. ഇത് കലിയുഗം തന്നെയാണ്. സത്യയുഗത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. ഇവർ രാജാവും റാണിയും എങ്ങനെയാണായത്? സത്യയുഗത്തിൻ്റെ അധികാരിയാകുവാൻ ആരാണ് രാജയോഗം പഠിപ്പിച്ചത്? ആരെയാണോ നിങ്ങൾ പൂജിക്കുന്നത് ആ ഒന്ന് നമ്മളെ പഠിപ്പിച്ച് സത്യയുഗത്തിൻ്റെ അധികാരിയാക്കുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന. പതിത പ്രവൃത്തി മാർഗത്തിലുള്ളവർ തന്നെയാണ് പാവന പ്രവൃത്തി മാർഗത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, ബാബ നമ്മൾ പതിതരെ പാവനമാക്കി മാറ്റൂ, പാവനമാക്കി ഈ ദേവതയാക്കി മാറ്റൂ. അത് പ്രവൃത്തി മാർഗമാണ്. നിവൃത്തി മാർഗത്തിലുള്ളവരുടെ ഗുരുവാകേണ്ടതില്ല. ആരാണോ പവിത്രമാകുന്നത് അവരുടെ ഗുരുവാകാം. വികാരത്തിന് വേണ്ടി അല്ലാതെ വിവാഹം കഴിക്കുന്ന ധാരാളം കമ്പാനിയൻസുമുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെയെല്ലാം സേവനം ചെയ്യുവാൻ സാധിക്കും. ഉള്ളിൽ താല്പര്യമുണ്ടാകണം. നമ്മൾ ബാബയുടെ സൽപുത്രരായി എന്തുകൊണ്ട് പോയി സേവനം ചെയ്തുകൂടാ? പഴയ ലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ ശിവ് ബാബ പറയുന്നു, കൃഷ്ണൻ ഉണ്ടായിരിക്കുക സാധ്യമല്ല. കൃഷ്ണൻ ഒരു തവണ സത്യയുഗത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ജന്മത്തിൽ അതേ ഫീച്ചേഴ്സും അതേ നാമവും ഉണ്ടായിരിക്കുകയില്ല. 84 ജന്മങ്ങളിൽ 84 ഫീച്ചേഴ്സാണ്. കൃഷ്ണന് ഈ ജ്ഞാനം ആരെയും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. കൃഷ്ണൻ ഇവിടെ എങ്ങനെ വരുവാനാണ്? ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അരകൽപ്പം നല്ല ജന്മങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് രാവണ രാജ്യം ആരംഭിക്കുന്നു. മനുഷ്യർ അതേപോലെ തന്നെ മൃഗങ്ങളെ പോലെയായി മാറുന്നു. പരസ്പരം അടിയും വഴക്കും നടത്തുന്നു. അപ്പോൾ രാവണൻ്റെ ജന്മമായല്ലോ. പിന്നെ 84 ലക്ഷം ജന്മങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഇത്രയും വെറൈറ്റി ഉണ്ട്. ഇത്രയും ജന്മങ്ങൾ എടുക്കുന്നില്ല. അതിനാൽ ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അത് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ആ ഒന്ന് പഠിപ്പിക്കുകയാണ്. സമീപത്ത് ഇദ്ദേഹവും ഉണ്ടായിരിക്കുന്നുവല്ലോ. പഠിക്കുകയില്ലെങ്കിൽ ആരുടെയെങ്കിലും അടുക്കൽ പോയി ദാസദാസിമാരാകും. ശിവ് ബാബയുടെ അടുക്കലാണോ ദാസദാസിമാരാവുക? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, പഠിക്കുന്നില്ലെങ്കിൽ പോയി സത്യയുഗത്തിൽ ദാസദാസിമാരാകും.
ആരാണോ യാതൊരു സേവനവും ചെയ്യാത്തത്, കഴിക്കുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നത്, അവർ എന്തായിത്തീരും? എന്താകുമെന്ന് ബുദ്ധിയിൽ വരുന്നുവല്ലോ. നമ്മളാണെങ്കിൽ മഹാരാജാവാകും, നമ്മുടെ മുന്നിലും വരികയില്ല. നമ്മൾ ഇങ്ങനെയാകും എന്ന് സ്വയവും മനസ്സിലാക്കുന്നു. പക്ഷേ എന്നിട്ടും ലജ്ജ എവിടെ? നമ്മൾ സ്വന്തം ഉന്നതി ചെയ്ത് എന്തെങ്കിലും നേടണം എന്ന് മനസ്സിലാക്കുന്നത് പോലുമില്ല. അതിനാൽ ബാബ പറയുന്നു, ഈ ബ്രഹ്മാവാണ് പറയുന്നത് എന്ന് ചിന്തിക്കരുത്. ശിവ് ബാബയാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കൂ. ശിവ് ബാബയോട് റിഗാർഡ് വെക്കേണ്ടതുണ്ട്. ബാബയോടൊപ്പം പിന്നെ ധർമ്മരാജനുമുണ്ട്. ഇല്ലെങ്കിൽ ധർമ്മരാജൻ്റെ ശിക്ഷകളും വളരെയധികം അനുഭവിക്കും. കുമാരിമാർ വളരെയധികം സമർത്ഥരാകണം. ഇവിടെ കേട്ടു, പുറത്തു പോയപ്പോൾ സമാപ്തമായി. ഇങ്ങനെയാകരുത്. ഭക്തി മാർഗത്തിൻ്റെ എത്ര സാമഗ്രികളുണ്ട്. ഇപ്പോൾ ബാബ പറയുന്നു, വിഷം ഉപേക്ഷിക്കൂ, സ്വർഗവാസിയാകൂ. ഇങ്ങനെയുള്ള സ്ലോഗൻ തയ്യാറാക്കൂ. ധീരതയുള്ള സിംഹിണികളാകൂ. പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചിരിക്കുന്നു. പിന്നെ എന്തിൻ്റെ ആശങ്കയാണുള്ളത്? ഗവൺമെൻറ് ധർമ്മത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർ പിന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിന് വേണ്ടി എങ്ങനെ വരുവാനാണ്? അവർ പറയുന്നു, നമ്മൾ ഒരു ധർമ്മത്തെയും അംഗീകരിക്കുന്നില്ല. എല്ലാത്തിനെയും നമ്മൾ ഒന്നായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അടികൂടുകയും വഴക്ക് കൂടുകയും ചെയ്യുന്നത്? അസത്യം തന്നെ അസത്യമാണ്. സത്യത്തിൻ്റെ അംശം പോലുമില്ല. ആദ്യം ഈശ്വരൻ സർവവ്യാപിയാണ് എന്നതിലൂടെയാണ് അസത്യം ആരംഭിക്കുന്നത്. ഹിന്ദു ധർമ്മം എന്നൊന്നില്ല. ക്രിസ്ത്യൻസിന് തങ്ങളുടെ ധർമ്മം തുടർന്നു വരുന്നു. അവർ സ്വയം തന്നെ മാറ്റുന്നില്ല. സ്വന്തം ധർമ്മത്തെ മാറ്റി ഹിന്ദു എന്ന് പറയുന്ന ഈ ഒരു ധർമ്മമേ ഉള്ളൂ. പിന്നെ എങ്ങനെയെല്ലാമുള്ള പേരുകളാണ് വയ്ക്കുന്നത്? ശ്രീ ശ്രീ ഇന്നത് എന്നൊക്കെ. ഇപ്പോൾ ശ്രീ, അതായത് ശ്രേഷ്ഠമായത് എവിടെയുണ്ട്? ആരുടെയും ശ്രീമത്തല്ല, അവരുടേത് അയണേഷ്ട മതമാണ്. അതിനെ ശ്രീമത്ത് എങ്ങനെ പറയുവാൻ സാധിക്കും? ഇപ്പോൾ കുമാരിമാരായ നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പോൾ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. എന്നാൽ യോഗയുക്തവും സമർത്ഥരുമായ പെൺകുട്ടികൾ വേണം. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഉന്നതി ഉണ്ടാക്കുന്നതിനായി ബാബയുടെ സേവനത്തിൽ തൽപരരായിരിക്കണം. കേവലം കഴിക്കുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യുക മാത്രം ചെയ്താൽ പദവി പാഴാക്കലാണ്. ബാബയുടെയും പഠനത്തിൻ്റെയും റിഗാർഡ് വയ്ക്കണം. ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പരിപൂർണ പുരുഷാർത്ഥം ചെയ്യണം. ബാബയുടെ ശിക്ഷണങ്ങൾ ധാരണ ചെയ്ത് സൽപുത്രനാകണം. വരദാനം: സേവനം ചെയ്യവേ ഉപരാമ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന യോഗയുക്തവും യുക്തിയുക്തവുമായ സേവാധാരിയായി ഭവിക്കട്ടെ. ആരാണോ യോഗയുക്തവും യുക്തിയുക്തവുമായ സേവാധാരി, അവർ സേവനം ചെയ്യുമ്പോഴും സദാ ഉപരാമം ആയിരിക്കുന്നു. സേവനം കൂടുതലുണ്ട്, അതിനാൽ അശരീരി ആയിരിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് പാടില്ല. എൻ്റെ സേവനം അല്ല, ബാബ നൽകിയതാണ് എന്ന് അഥവാ ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ നിർബന്ധനം ആയിരിക്കും. ട്രസ്റ്റിയാണ്, ബന്ധനമുക്തമാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യൂ. അതിയുടെ സമയത്ത് അന്തിമ സ്റ്റേജായ കർമാതീത അവസ്ഥ അഭ്യസിക്കൂ. ഏതുപോലെ ഇടയ്ക്കിടയ്ക്ക് സങ്കല്പങ്ങളുടെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്നുവോ, അതേപോലെ അതിയുടെ സമയത്ത് അന്തിമത്തിലെ സ്റ്റേജിൻ്റെ അനുഭവം ചെയ്യൂ. അപ്പോൾ അന്തിമ സമയത്ത് പാസ് വിത്ത് ഓണർ ആകുവാൻ സാധിക്കും. സ്ലോഗൻ:
ശുഭഭാവന കാരണത്തെ നിവാരണത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. അവ്യക്ത സൂചന ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ ജന്മത്തിൻ്റെ വിശേഷതയാണ്. പവിത്ര സങ്കല്പം ബ്രാഹ്മണരുടെ ബുദ്ധിയുടെ ആഹാരമാണ്. പവിത്ര ദൃഷ്ടി ബ്രാഹ്മണരുടെ കണ്ണുകളിലെ പ്രകാശമാണ്. പവിത്ര കർമ്മം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ തൊഴിലാണ്. പവിത്ര സംബന്ധവും സമ്പർക്കവും ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മര്യാദയാണ്. ഇങ്ങനെയുള്ള മഹത്തരമായ വസ്തുവിനെ സ്വായത്തമാക്കുന്നതിൽ ആയാസപ്പെടാതിരിക്കൂ. ബലപൂർവം സ്വായത്തമാക്കാതിരിക്കൂ. ഈ പവിത്രത താങ്കളുടെ ജീവിതത്തിൻ്റെ വരദാനമാണ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാര ലോകത്തിൽ ദുഃഖാശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്. ദിവ്യവും അലൗകികവുമായ ഈ ഈശ്വരീയ ഖജനാവുകൾ അവരിലും നിറയുകയാണ്.